ഹലോ എവ്രിവൺ, ഞാൻ അഭിപ്രകാശ്, നിങ്ങളുടെ കണ്ടിന്യൂസ് കരിയർ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റി. പ്രൊപ്പോയ്സിൻ്റെ HSEE സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അന്നേരം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെ HSEE അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരാമെന്ന്. അങ്ങനെ ഞാൻ വന്നിരിക്കുകയാണ്. നമുക്കിന്ന് എങ്ങനെ HSEE അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കാം. HSEE അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഫോട്ടോഗ്രാഫ് അവർ പറയുന്ന സൈസ് ഉണ്ട്, ആ സൈസിനനുസരിച്ചുള്ള ഒരു ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളുടെ ഒപ്പിൻ്റെ ഒരു JPG ഇമേജും, ഇത് രണ്ടും നിങ്ങൾ എടുത്തു വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് തുടങ്ങുക. അതുപോലെ നിങ്ങൾ 10th സർട്ടിഫിക്കറ്റ്, +2 നിങ്ങൾക്ക് ഒരു റോൾ നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ റോൾ നമ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവർ +2ൻ്റെ കാര്യങ്ങളൊന്നും അത്ര കാര്യമായിട്ട് ചോദിക്കുന്നില്ല അവർ. അതുകൊണ്ട് തന്നെ 10th പാസ്സായ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്ത് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളിപ്പം റിസർവ്ഡ് കാറ്റഗറി ഉള്ളവരാണെങ്കിൽ, അതിപ്പം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിക്കോട്ടെ, അതുപോലെ OBC, EWS, SC/ST ആ വക റിസർവേഷൻസ് ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തു വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. അതും ഫോണിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഒരു കമ്പ്യൂട്ടർ, അതിപ്പോൾ കഫേ പോയിട്ടാണെങ്കിലും ശരി, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിലും ശരി, കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. ഇതൊക്കെ തയ്യാറാക്കി വെച്ചെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്താലോ. സോ ആദ്യം തന്നെ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് അതിൽ IIT HSEE എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ട്. സോ IIT HSEE എടുക്കുക. IIT HSEE എടുത്തു കഴിഞ്ഞാൽ കാണാം ടോപ്പ് തന്നെ അവരുടെ ഒഫീഷ്യൽ സൈറ്റാണിത്. ഇത് അവരുടെ ഒഫീഷ്യൽ സൈറ്റാണ്. അവിടെ ലിങ്ക് വന്നിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് HSEE 2022. ഇത് ആ കോഴ്സിനെ പറ്റിയും അതുപോലെ അതനുബന്ധിച്ചുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനാണുള്ളത്. സോ രജിസ്റ്റർ ചെയ്യാൻ പോവുക. അപ്പോൾ ഇതിൽ പറയുന്ന ഫീസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു ന്യൂ യൂസർ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, അതുപോലെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവണമെന്ന് പറയുന്നുണ്ട്. സൈസ് പറയുന്നുണ്ട്, ഫോട്ടോയുടെ സൈസ് 20 KB കൂടുതലും 40 KB താഴെയായിരിക്കണം. അതുപോലെ സിഗ്നേച്ചറിൻ്റെ സൈസ് 10 KB കൂടുതലും 30 KB താഴെയായിരിക്കണം. ഇതെല്ലാം നോക്കിയിട്ട് ഈ ഡോക്യുമെൻറ്റ്സ്, ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് 3 ആയിട്ടാണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെ UPI വഴിയോ ബാങ്ക് ചെല്ലാൻ പോവാം. പക്ഷേ ബാങ്ക് ചെല്ലാനേക്കാളും ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുക, അതായത് ഞാൻ നിങ്ങളോട് പറയുക, ബാക്കി വഴി UPI ആയിക്കോട്ടെ, നെറ്റ് ബാങ്കിങ് ആയിക്കോട്ടെ, അത് ഭയങ്കര ക്വിക്കാണ്. നിങ്ങൾക്ക് ഭയങ്കര 5 മിനിറ്റിനുള്ളിൽ പരിപാടി കഴിയും. ചലാനൊക്കെ ആണെങ്കിൽ അത് കൊടുക്കുക, കൊണ്ടുവരിക, അങ്ങനെ ഒരുപാട് മെനക്കേടാണ്. അതുകൊണ്ട് UPI വഴി അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി തന്നെ പേയ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പ്രൊസീഡ് ടു അപ്ലൈ ഓൺലൈൻ. സോ അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ലെന്നാണ് ഞാൻ കരുതുന്നത്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ആ ലോഗിൻ ID വെച്ചിട്ട് ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡ് പോയി എക്സിസ്റ്റിംഗ് യൂസർക്ക് റൈറ്റ് സൈഡിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ന്യൂ യൂസർ പോവുക, എന്നിട്ട് ആ ലോഗിൻ ഹിയർ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, അത് കൺഫേം ചെയ്യുക, പാസ്വേഡ് ഉണ്ടാക്കുക, മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഞാൻ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിത് സമയമെടുത്ത് ചെയ്യാവുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ ശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ID ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എക്സിസ്റ്റിംഗ് യൂസർ എന്നുള്ളിടത്ത് ഞാൻ സേവ് ചെയ്തുകൊണ്ട് എൻ്റെ ID അവിടെ കിടപ്പുണ്ട്, എൻ്റെ പാസ്വേഡ് അവിടെ കിടപ്പുണ്ട്. സോ അത് വന്നതിന് ശേഷം എനിക്ക് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യായി. അത് രജിസ്ട്രേഷൻ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. സോ ഇതിൽ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ്, ആ ആദ്യം കൊടുത്ത ആ ഒരു രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ പേര്, അതുപോലെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇതെല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതല്ലാതെ സ്റ്റെപ്പ് 1 എൻ്റെ നാഷണാലിറ്റി, അതുപോലെ അമ്മയുടെയോ അച്ഛൻ്റെയോ പേര് 10th സർട്ടിഫിക്കറ്റ് പ്രകാരം വേണം. അതായത് ശരി ഏതാ തെറ്റേതാന്നുള്ളതല്ല, ആ സർട്ടിഫിക്കറ്റിൽ എന്താണോ ഉള്ളത് അത് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതല്ല കൊടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ അവർ തള്ളിക്കളയും, അവർ സ്വീകരിക്കില്ല. സോ അതുകൊണ്ട് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ എന്താണോ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരുള്ളത് ആ പേര് തന്നെ ഇവിടെയും കൊടുക്കാൻ ശ്രദ്ധിക്കുക. താഴേക്ക് പോകുമ്പം 10th എങ്ങനെ പാസ്സായി, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 10th ഡീറ്റെയിൽസ് വേണമെന്നുള്ളത്. സോ 10th ഏത് കൊല്ലം പാസ്സായി, 12th എപ്പം നിങ്ങൾ പാസ്സായി, അതായത് ഒരു 3-4 കൊല്ലത്തെ ഗ്യാപ്പ് അവർ കൊടുക്കുന്നുണ്ട്, 3-4 കൊല്ലത്തെ വിൻഡോ. ആ വിൻഡോയിൽ എപ്പം കംപ്ലീറ്റ് ചെയ്തവർക്കും ഈ എക്സാമിന് പോകാം എന്നുള്ളതാണ് സത്യാവസ്ഥ. 19, 20, 21, 22 ഇതിലെപ്പോഴാണ് നിങ്ങൾ +2 പാസ്സാവുന്ന അല്ലെങ്കിൽ +2 അപ്പിയർ ചെയ്യുന്നതെന്നുള്ളതാണ് ആ ചോദ്യം. സോ അത് നിങ്ങൾക്ക് തോന്നുന്ന രീതിക്ക് നിങ്ങൾ ചെയ്യുക. അത് കഴിയുമ്പം നെയിം ആൻഡ് പ്ലേസ് ഓഫ് ദ സ്കൂൾ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളും അതുപോലെ തന്നെ സ്ഥലവും
ഞാനിതൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ ഞാനിത് ചെയ്തും പോവാം. അപ്പോൾ നിങ്ങൾക്ക് അവസാനം എന്താവുന്നുള്ള അറിയാം. ഞാൻ ഓൾറെഡി എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഫില്ല് ചെയ്യാൻ ഈസി ആയിരിക്കും. നിങ്ങൾ സമയം എടുത്ത് ഫില്ല് ചെയ്താൽ മതി. അങ്ങനെ പെട്ടെന്ന് തീർക്കണം എന്നൊന്നും പറയുന്നില്ല. ഡെഡ് ലൈനിനുള്ളിൽ നിങ്ങൾ തീർത്താൽ മതി. എക്സാം ജൂൺ 12-നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് ഏപ്രിൽ 1st വീക്ക് 2nd വീക്ക് ആയിട്ടാണ്. അതിനുള്ളിൽ നിങ്ങളിത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ സേവ് ചെയ്ത് പോകുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് ഉണ്ടാവും. സോ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ കൊടുത്തുകൊണ്ടാണ് ഈ പേരൊക്കെ എനിക്കിങ്ങനെ വരുന്നത്. സോ നിങ്ങൾ അത് നിങ്ങൾക്ക് അനുസരിച്ച് ഫില്ല് ചെയ്യാം. ഇപ്പം 1921 എന്നൊക്കെ ഞാൻ ചുമ്മാ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി തരുന്നതാണ് കേട്ടോ. ഞാൻ ഇതിനൊക്കെ മുമ്പേ പാസ് ഔട്ടായി, പക്ഷേ ഇവരെന്നെ അല്ലാതെ ഇങ്ങോട്ട് അടുപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ്. സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, കാറ്റഗറി നിങ്ങളുടെ റിസർവേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനാണ് കാറ്റഗറി കൊടുക്കുന്നത്. കാറ്റഗറി തന്നെ ജനറൽ ഉണ്ട്, ജനറൽ EWS ഉണ്ട്, OBC NCL ഉണ്ട്, സ്കെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, സ്കെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കുക. ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഡിസബിലിറ്റി ഉണ്ടെന്നോ ഇല്ലെന്നോ ആൻസർ ചെയ്യുക. പിന്നെ ഫുൾ അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളുടെ വീട്. അതൊക്കെ നോക്കിയും കണ്ടും കൊടുക്കുക. കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ ആകുമ്പോഴാണ് ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. സോ ഇതൊക്കെ സമയമെടുത്ത് ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചും മാത്രം ഫില്ല് ചെയ്യുക. സിറ്റി, ഡിസ്ട്രിക്റ്റ്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇത് കഴിഞ്ഞ് വരുന്നത്, ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ഒരു ഏരിയ ആണ്. എക്സാമിനേഷൻ ഡീറ്റെയിൽസ്. നിങ്ങളുടെ എക്സാം എവിടെ വേണം? അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് 2 സെൻറ്ററാണുള്ളത്. ഒന്ന് കൊച്ചി, ഒന്ന് തിരുവനന്തപുരം. അപ്പോൾ നിങ്ങൾക്ക് either കൊച്ചി എടുക്കുക അല്ലെങ്കിൽ തിരുവനന്തപുരം എടുക്കുക. അപ്പോൾ ഓപ്ഷൻ 1 ഉണ്ട്, ഓപ്ഷൻ 2 ഉണ്ട് സിറ്റി ചോയ്സിൽ. അപ്പോൾ സിറ്റി ചോയ്സ് 1-ൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കേരള സിറ്റി എടുക്കുക. ഇപ്പോൾ കേരളത്തിന് പുറത്ത് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുതാം, അതിൽ യാതൊരു കുഴപ്പമില്ല. ഞാൻ പിന്നെ നിങ്ങളൊക്കെ കേരളത്തിലുള്ളവരാണല്ലോ എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ 2 സെൻറ്റേഴ്സ് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അറിയാം. ഇതാ ഇഷ്ടം പോലെ സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ തിരുവനന്തപുരവും കൊച്ചിയും ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കൊച്ചിയാണ് എടുക്കുന്നത്. തിരുവനന്തപുരം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അവർ നിങ്ങളോട് പറയുകയാണ് ഇതൊക്കെ തന്നെ അല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ്. അവർ ഉറപ്പ് വരുത്തുകയാണ് നിങ്ങൾക്കൊന്നും തെറ്റിയിട്ടില്ലല്ലോ. കാരണം പിന്നെ ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ അപ്പോൾ ഇത് കൃത്യമായി വായിച്ച് ഉറപ്പാക്കുക. ഇത് തന്നെയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്നും നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ഇതിൽ കാണാനുള്ളതെന്നും ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതിൽ ആദ്യം കൊടുത്ത ഡീറ്റെയിൽസ് രജിസ്ട്രേഷൻ്റെ സമയത്ത്, പിന്നെ അക്കാഡമിക് ഡീറ്റെയിൽസ് നമ്മൾ പാസ്സായി ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ കാണാൻ ഇതിലൊക്കെ അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇതൊക്കെ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ഇവിടെ എഴുതി കിട്ടിയാൽ അവരിതൊക്കെ ഒരു പ്രശ്നമാക്കി എടുക്കാം. കാരണം അത് അവർ പറഞ്ഞ രീതിയിലല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരിക്കലും അവരുടെ തെറ്റല്ല, നമ്മുടെ തെറ്റാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും മാത്രം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ കാറ്റഗറി ജനറൽ EWS. ഞാൻ ശരിക്കും OBC ആണ്, പക്ഷേ ഇതിനു വേണ്ടി ജനറൽ EWS കൊടുത്തു. ഇതും എന്തിനാണ് ഞാൻ പറയുന്നത്, തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. പിന്നെ കോഴിക്കോട്, കേരള, പിൻകോഡ്. പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഇതൊരു ഡെമോ വീഡിയോ ആണ്. എനിക്ക് ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോലും പറ്റൂല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കരുത്, നിങ്ങൾക്കൊരു ട്രൈയേ ഉള്ളൂ. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. കാരണം ഞാൻ ഇതൊരു ഡെമോയ്ക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. എനിക്കൊരിക്കലും ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റൂല, എൻ്റെ ഏജൊക്കെ അതിനുള്ളത് കഴിഞ്ഞു. സോ നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ടും മാത്രം ഒരൊറ്റ ട്രയൽ അപ്ലൈ ചെയ്ത് തീർക്കുക. ചോയ്സ് ഓഫ് എക്സാം സിറ്റീസ് ഉണ്ട്, അതിലിതാ 2 സെൻറ്റേഴ്സ്. പിന്നെ ഈ പറഞ്ഞത് ഞാൻ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് ഈ ഒരു ഐ അഗ്രിയിൽ വരുന്നത്. നമ്മൾ പറയുന്നത് ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്നും അതിൽ എന്തെങ്കിലും സത്യമല്ല എന്നുണ്ടെങ്കിൽ എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യുക, എന്നെ എക്സാമിൽ നിന്ന് ബാൻ ചെയ്യുക. അതുപോലെ ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ കോഴ്സിൽ നിന്ന് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യാം എന്ന് ഞാൻ സമ്മതിക്കുന്ന ഒരു ഡിക്ലറേഷനാണത്. സോ അതാണ് ഇവർ അത് എഴുതി വാങ്ങുന്നുമുണ്ട്. സോ ആ ഒരു അബദ്ധം പറ്റിയാന്നൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മാത്രം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, ടൈം എടുത്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അപ്പോൾ ആ ഡിക്ലറേഷന് നിങ്ങൾ ഐ അഗ്രി, അതായത് ഉറപ്പ് വരുത്തി നിങ്ങൾ ഈ കാണുന്നതിലൊന്നും തന്നെ തെറ്റുകളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ആൻഡ് പ്രൊസീഡ് ഞെക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ എഡിറ്റ് എന്നുള്ള ബട്ടൺ കണ്ടല്ലോ, ആ എഡിറ്റ് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഡിറ്റ് ഇല്ലാത്തിടത്തോളം നിങ്ങൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക, അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തും. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാണാം എക്സാമിനേഷൻ ഫീസ് അവർ പറയുന്നുണ്ട്. നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ അവർ തരുന്നുണ്ട്. ഈ കാണുന്നതാണ് അപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ എനിക്ക് വരുന്ന ഫീസ് ഇതാണ്. ഇത് റിസർവേഷൻ അനുസരിച്ച് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് അത് മാറും. SC ST റിസർവേഷൻ ഉള്ളവർക്ക് 1200 ആണ് ഫീസ്. സോ അത് ഫീസ് നമ്മുടെ ഓരോരുത്തരുടെയും മാറും. അതുപോലെ നമുക്ക് ഒരു അപ്ലിക്കേഷൻ നമ്പർ അവർ തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ.
അപ്പോൾ ഇതടിച്ചിട്ടാണ് ഇനി തൊട്ട് നിങ്ങളുടെ, അതായത് നിങ്ങളുടെ എക്സാമിനൊക്കെ നിങ്ങൾക്ക് വരിക ഈ ഒരു നമ്പർ ആയിരിക്കും. സോ അതുകൊണ്ട് അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഇനി അവർ പറയുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് നോട്ട്, വായിച്ചു നോക്കാം. സ്പെസിഫിക്കേഷൻസ് ആണ്. ഞാൻ നേരത്തെ ആദ്യം ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു, അതൊന്നുകൂടെ അവർ കൃത്യമായി പറയുകയാണ്. ഫോട്ടോ ഇന്ന സൈസ് വേണം, സിഗ്നേച്ചർ ഇന്ന സൈസ് വേണം. ഇപ്പം വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ, അപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അത് ഏത് ഫോർമാറ്റിൽ വേണം എന്നെല്ലാം കൃത്യമായി നിഷ്കർഷിക്കുന്ന ഒരു ഏരിയ ആണിത്. അവർ പോയിൻ്റായിട്ട് പറയുകയാണ് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലാണ്. സോ അതെല്ലാം വായിച്ച് അതെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാവുന്നതാണ്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ലാണ് നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ്, അവർ നേരത്തെ മെൻഷൻ ചെയ്ത ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഈ സ്റ്റെപ്പ് 2ലാണ്. സോ സ്റ്റെപ്പ് 2ൽ അവർ നമ്മളോട് ചോദിക്കുന്നത് ഫോട്ടോഗ്രാഫ് ഓഫ് ദ കാൻഡിഡേറ്റ്, സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്, മാർക്ക് ഷീറ്റ് 10th, മാർക്ക് ഷീറ്റ് 12th, ഈ ജനറൽ EWS അണ്ടർടേക്കിംഗ്, ഇതൊക്കെ നമ്മൾ സ്വയം കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ ട്രൂ ആയിരിക്കണം. ഇതൊക്കെ സത്യമല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ അഡ്മിഷൻ നേടിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം അപ്ലോഡ് ഇമേജസ് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഫോർമാറ്റിലല്ലെങ്കിൽ റീ അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ അത് കറക്റ്റ് ഫോർമാറ്റ്, എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, റേഷ്യോ അല്ലെങ്കിൽ സൈസ്, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമാണ് ഇവർ സ്റ്റെപ്പ് 2ൽ സ്റ്റക്കായി നിൽക്കുക. അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുഴപ്പം ഐഡൻറ്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്ത് അത് മാറ്റി നിങ്ങൾ വീണ്ടും റീ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഇമേജസ് കൊടുക്കുമ്പം ഇതൊക്കെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കാര്യം കൂടെ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ UPI വെച്ചിട്ടോ ഇൻ്റർനെറ്റ് ബാങ്കിങ് വെച്ചിട്ടോ ബാങ്ക്സ് എല്ലാം യൂസ് ചെയ്തിട്ടോ എല്ലാം ചെയ്യാവുന്നതാണ്. അതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൽ വരും, ഒരു റെസീപ്റ്റ് വരും, അതെടുത്ത് വെക്കുക. പിന്നെ നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് മെയിൽ വന്നുകൊണ്ടേയിരിക്കും. എക്സാം എപ്പോഴാണ്, അല്ലെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ, ഇത് നിങ്ങൾക്ക് മെയിലിൽ നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ID ഞാൻ കാണിച്ചു തന്നിരുന്നു. രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾ കൊടുത്ത മെയിൽ IDയിലേക്ക് ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴാണ് എക്സാം, എവിടെയാണ് എക്സാം, എത്ര മണിക്കാണ് നടക്കാൻ പോകുന്നത്, അതല്ലാതെ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ, എന്തെങ്കിലും ഫോർമാറ്റിൽ വ്യത്യാസമുണ്ടോ, ഈ ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ ആ മെയിൽ ത്രൂ ആയിരിക്കും ഇനി അവർ കോൺടാക്ട് ചെയ്യാം. സോ ഇങ്ങനെയാണ് HSEE 2022 IIT മദ്രാസിൻ്റെ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഞാൻ വീണ്ടും പറയുകയാണ്, കാരണം ഒരു ചാൻസ് ആണ്, ഒരു ലൈഫ് ടൈമിൽ തന്നെ ചാൻസ് ആണ്. സോ അത് നിങ്ങൾ കളയാതിരിക്കുക. നിങ്ങൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രം അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അങ്ങനെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തുകൊണ്ടും എക്സാം എഴുതിയോണ്ടും മാത്രം നമുക്ക് എന്താ അഡ്മിഷൻ കിട്ടില്ല. അഡ്മിഷൻ കിട്ടണമെങ്കിൽ സമയമെടുത്ത് കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജി എല്ലാം വെച്ച് പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രം എക്സാം അപ്പിയർ ചെയ്യണം. അങ്ങനെ എക്സാം അപ്പിയർ ചെയ്ത് അത് നല്ലപോലെ പെർഫോം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് HSEE IITയിൽ തുടരാൻ അല്ലെങ്കിൽ തുടങ്ങാനൊരു ചാൻസ് കിട്ടുക. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് Prepwise. HSEE ക്ലിയർ ചെയ്യാൻ വേണ്ട ക്ലാസ്സുകൾ, വാല്യൂ ആഡഡ് നോട്ട്സ്, ഡെയിലി ടോപ്പിക് ടെസ്റ്റ്, വീക്ക്ലി മോക്ക് ടെസ്റ്റ്, ഇതല്ലാതെ essay ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഒരുപാട് കാര്യങ്ങളും Prepwise നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. Prepwise കോച്ചിങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. IIT HSEEക്ക് ഇനി ഒരുപാട് സമയമില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. എത്രയും പെട്ടെന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. IIT HSEE പറ്റി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ Prepwise HSEE സീരീസിൻ്റെ ഭാഗമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി ഞാൻ വൈകാതെ വരും. അതുവരേക്കും പീസ് ഔട്ട്.